മറ്റൊരു അവധി ദിവസം കൂടി വന്നു ചേർന്നു. അങ്ങനെ ഒരു യാത്രയ്ക്കുള്ള തിരി തെളിഞ്ഞു. ഈ യാത്രയ്ക്ക് മുൻകൈയെടുത്തത് മുന്നേ പോകുന്ന മനുഷ്യനാണ്. അയാളാകട്ടെ കാട്ടിലും മേട്ടിലുമെല്ലാം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള അതുല്യനായ ഒരു ഡ്രൈവർ. അയാളുടെ പേരാണ് ശ്രീമാൻ ജാവീദ്. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, അതിൻ്റെ അഹംഭാവം ഒന്നും പുള്ളിക്കില്ല കേട്ടോ. പിന്നാലെ ഈ പാവം ഞാൻ. ലതിനും ലപ്പുറത്ത് ലതിൻ്റെ പിന്നിലായി വരുന്ന ആ വെളുത്ത മനുഷ്യനാണ് ജെയ്സൺ. ഇങ്ങനെ ഞങ്ങൾ 3 കുടുംബങ്ങളും ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ യാത്ര. യാത്രയിലുടനീളം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ പോലും ബ്ലോഗിൻ്റെ ലെങ്ത് കൂട്ടണ്ട എന്ന് കരുതി പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാലും അതൊരു നല്ല ഫ്രെയിമാണ്. ഹരിതപൂർണമായ ഭൂമിയും തെളിഞ്ഞ ജലവും നീല ആകാശവും ഒത്തുചേരുമ്പോൾ ഏതൊരു വ്ളോഗറിനെ പോലെ എൻ്റെ മനസ്സും കുളിർത്തുപോയി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ചോദ്യം, ഇയാൾ ഇത്രയൊക്കെ പറയുമ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നതാവും. ഇന്നാ പിടിച്ചു. അയർലൻഡിലെ വെസ്റ്റ് കോർക്കിലെ അതിമനോഹരമായൊരു സ്ഥലമാണിത്. കുടുംബമായും കൂട്ടുകാരുമായി സന്തോഷം പങ്കുവയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം. പ്രകൃതിയായുള്ള രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. ഈ സ്ഥലത്തിൻ്റെ പേര് ഗൗഗൺ ബാര എന്നാണ്. മുന്നിൽ കണ്ട പാർക്കിംഗ് സ്പേസിലേക്ക് വണ്ടി ഒതുക്കി. ഒരു ചെറിയ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളുള്ള ഒരു ചെറിയ നഗരം. ആ നഗരത്തിൽ നിന്ന് താഴേക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ ഹഠാത് ആകർഷിച്ചുകൊണ്ട് പ്രകൃതി സുന്ദരമായ ദൃശ്യങ്ങൾ പ്രത്യക്ഷമായി. നീലാകാശത്തെ ചുംബിച്ചുകൊണ്ടുള്ള പർവ്വതങ്ങൾ, ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കെട്ടിക്കിടക്കുന്ന ജലാശയം, ആ ജലാശയത്തിൻ്റെ നടുഭാഗത്തായി ഒരു ചെറിയ തുരുത്ത്. ആ തുരുത്ത് ഏതോ ചിത്രകാരൻ്റെ ക്യാൻവാസ് എന്ന പോലെ ദൂരെ നിന്ന് ഞാൻ കണ്ടപ്പോൾ അവിടെ ഒരു കൊച്ചു പള്ളി, അതിനോട് ചേർന്നുള്ള വൃക്ഷങ്ങൾ അതിന് മാറ്റുകൂട്ടും. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വർണ്ണിക്കുന്നതിനും ഭേദം നിങ്ങൾ ആ കാഴ്ച കണ്ട് സ്വയം മനസ്സിലാക്കുന്നതാണ്. നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് കിടക്കാം. ഈ കാഴ്ച കാണുന്ന നിങ്ങൾക്ക് ഒരു പാട്ടിപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. സ്വർഗം താണിറങ്ങി വന്നതോ, ശരിയല്ലേ? അതുപോലുള്ളൊരു പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. ആ പള്ളിയും ആ ചുറ്റുവട്ടത്തെക്കുറിച്ച് ഒരു ചരിത്രം പറയാനുണ്ട്. പക്ഷേ അതിലേക്ക് പോകും മുമ്പ് ഈ മലയോരവും അതിനോട് ചേർന്നുള്ള തടാകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിമനോഹരമായ കാഴ്ചകളും എല്ലാം ചേർത്തുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള ആഘോഷങ്ങളും നടക്കാറുണ്ട്. വിവാഹം, ആദ്യ കുർബാന സ്വീകരണം, ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ തന്നെ ഓരോരോ ഒത്തുചേരലുകൾ എന്നിവ കൊണ്ട് ഈ പ്രദേശം സുപ്രസിദ്ധമാണ്. ഒരു പ്രണയകാവ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി വധൂവരന്മാർ അനുരാഗവിലോചിതരായി വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് മെല്ലെ മെല്ലെ ഈ ഫ്രെയിമിലേക്ക് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ വിവാഹ ആഘോഷങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റി നിൽക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വരിച്ച ഈ സ്ഥലത്തിൻ്റെ പേര് ഗൗഗൺ ബാര എന്നാണ്. മന്ദമാരുതൻ്റെ തലോടലേറ്റ് കുണുങ്ങി തീരത്തേക്കണിയുന്ന ചെറിയ തിരമാലകൾ, നദിയുടെ കുണുങ്ങലിനനുസരിച്ച് ലാസ്യഭാവത്തിൽ ഉൾപ്പൊളിതമായി മത്സ്യങ്ങളും, അതിനു മീതെ സഞ്ചരിക്കുന്ന ചെറിയ ബോട്ടും, അതിൽ നവവധുക്കളും. എത്ര സുന്ദരമായ ഫ്രെയിമാണല്ലേ! ഈ ഫ്രെയിമുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ. അല്ലെങ്കിൽ മൈ സ്റ്റോറീസ് എന്ന ഈ വ്ളോഗ് കണ്ടേ പറ്റൂ. ആയതുകൊണ്ട് നിങ്ങൾ ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കൂട്ടത്തിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി അമർത്താൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം തന്നെയാണ് എന്നെ ഇതുവരെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പലപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരുമായി എനിക്ക് പേഴ്സണലായിട്ടാണ് മെസ്സേജുകൾ അയക്കുന്നത്. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെ
ഫാമിലി ഗ്രൂപ്പായ മൈ സ്റ്റോറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് യാതൊരു ഗുണവും നൽകുന്നില്ല എന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കമൻ്റ് ആയാലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗഗൺ ബാരയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രക്ഷാധികാരിയായ സെൻ ഫിൻബാറിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. 6-ാം നൂറ്റാണ്ടിൽ ഗൗഗൺ തടാകത്തിലെ ഒരു ദ്വീപിൽ അദ്ദേഹം ഒരു ആശ്രമം പണികഴിപ്പിച്ചു. ഗോഗൺ ബാര എന്ന പേര് വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിൻബാറിൻ്റെ പാറ എന്ന പേരിലാണ്. ഒരു സന്യാസ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ അടിച്ചമർത്തലിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ സ്ഥലത്ത് രഹസ്യമായി കുർബാനകൾ അർപ്പിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് ഈ അവസ്ഥയിലേക്ക് ആ പള്ളി പണിതുയർത്തിയത്. അന്നും ഇപ്പോഴും ആ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഐറിഷ് ഭാഷയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഗൗഗൺ ബാര എന്ന പേര് ഗൂഗൺ ബാറ എന്നാണ് ഐറിഷ് ഭാഷയിൽ ഉച്ചരിക്കുന്നത്. അതിൻ്റെ അർത്ഥമാകട്ടെ ബാരയുടെ പാറവിള്ളൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഞങ്ങളുടെ യാത്രയിൽ പാറയുടെ വിള്ളലോ മറ്റോ നമ്മൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നു ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും അത്യാവശ്യത്തിന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമായി ശുചിമുറികൾ സജ്ജമാണ്. എത്രയെത്ര ക്യാൻവാസിലേക്ക് പകർത്തിയാലും മടുക്കാത്ത ഒരു പ്രകൃതി പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. ആയതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും പല ആവർത്തി ഞാൻ ഷൂട്ട് ചെയ്തു. ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് കൂടിച്ചേരുമ്പോൾ അവ രണ്ടും മികവുള്ളതാകുന്നത് പോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾ ആ പള്ളിയോടും അതിനു ചുറ്റുമുള്ള പ്രകൃതി വിസ്മയങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോകളും എടുത്തുകൂട്ടി.
നേരം അതിക്രമിച്ചിട്ടും അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ മനസ്സില്ലാതെ തുടരെ അവനവൻ്റെ മൊബൈൽ ക്യാമറയിൽ ക്ലിക്കുകൾ അടിച്ചുകൊണ്ടേയിരുന്നു.